വാസ്തുശാസ്ത്രത്തിൽ കുറേ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടിക്കലർന്നിട്ടുണ്ട്. അതിനെയെല്ലാം യുക്തിപരമായി ചിന്തിച്ചാൽ അതിൻ്റെയൊക്കെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വാസ്തുശാസ്ത്രത്തിൽ വാസ്തുപുരുഷ സങ്കല്പം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമസ്തേ, ശ്രീഭദ്ര വാസ്തുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആരാണ് വാസ്തുപുരുഷൻ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വാസ്തുശാസ്ത്രത്തിൽ വാസ്തുപുരുഷനെ കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ത്രേതായുഗത്തിൽ, അതായത് ശ്രീരാമന്റെ കാലഘട്ടത്തിൽ, മനുഷ്യർക്കും ദേവന്മാർക്കും ശല്യമായി തീർന്നുകൊണ്ടിരുന്ന അന്ധകാസുരൻ എന്നൊരു അസുരൻ ജീവിച്ചിരുന്നു എന്നാണ്. ഈ അസുരന്റെ ഭീകര പ്രവൃത്തികൾക്ക് പരിഹാരം കാണാൻ വേണ്ടി മനുഷ്യരും ദേവന്മാരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു ചെന്നു. അപ്പോൾ ബ്രഹ്മാവ് ഇതിനൊരു കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ച് ആ ശിവഭഗവാനെ ഈ അസുരനെ നേരിടാനായി ചുമതലപ്പെടുത്തി എന്നാണ്. അങ്ങനെ ശിവയുദ്ധത്തിലേർപ്പെട്ട ശിവഭഗവാന്റെ ശരീരത്തിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ധാരധാരയായി പ്രവഹിക്കാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ ഭൂമിയിൽ വീണ വിയർപ്പ് തുള്ളികളിൽ നിന്നും വീണ്ടും ഒരു പരാക്രമിയായ ഒരു അസുരൻ ജന്മം കൊണ്ടു എന്നാണ്. അഹങ്കാരിയും ശക്തനുമായ ഈ അസുരൻ ശിവനെ തപസ് ചെയ്തു 3 ലോകങ്ങളും കൈപ്പിടിയിലാക്കുവാനായിരുന്നു അവൻ്റെ തപസ്. അപ്പോൾ ശിവഭഗവാന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളിയിൽ നിന്ന് ജന്മമെടുത്ത അസുരന് ശിവഭഗവാൻ വരം നൽകി. നീ ഈ 3 ലോകങ്ങളും നശിച്ചു തീർക്കാനുള്ള വരമായിരുന്നു അവൻ നേടിയെടുത്തത്. വരം നേടിയ അസുരൻ അവൻ്റെ പരാക്രമങ്ങൾ തുടങ്ങി. അവസാനം ഭൂമിയെ തന്നെ വിഴുങ്ങാൻ ആരംഭിച്ചു എന്നാണ്. ഇത് കണ്ട് ദേവന്മാർ പരിഭ്രമിക്കുകയും വീണ്ടും ബ്രഹ്മാവിനോട് സങ്കടമുണർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ദേവന്മാർ അസുരനെ യുദ്ധം ചെയ്ത് ഭൂമിയിൽ വീഴ്ത്തി എന്നാണ്. പക്ഷേ ഭൂമിയിൽ വീണ അസുരൻ വീണ്ടും അവിടെ കിടന്നുകൊണ്ട് തന്നെ അവൻ്റെ പരാക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഭൂമിയിൽ വീണ് പരാക്രമം നടത്തുന്ന അസുരന്റെ മേൽ ബ്രഹ്മാദി ദേവതകൾ നിലയുറപ്പിച്ചു എന്നാണ്. അങ്ങനെ ചലനരഹിതനായ അസുരനെ വാസ്തുപുരുഷൻ എന്ന് നാമകരണം ചെയ്തു എന്നാണ്. അങ്ങനെ സങ്കടാവസ്ഥയിലായ അസുരനെ ശിവഭഗവാൻ ഒരു വരം നൽകിയെന്നാണ്. കാരണം ശിവഭഗവാന്റെ വിയർപ്പ് തുള്ളിയിൽ നിന്നും ജന്മമെടുത്ത അസുരനായതുകൊണ്ട് തന്നെ ശിവഭഗവാൻ ഒരു വരം നൽകി. ഗൃഹനിർമ്മാണാരംഭം, ഗൃഹപ്രവേശനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നിന്നെ പ്രീതിപ്പെടുത്തിക്കൊള്ളാമെന്നാണ് വരം നൽകിയത്. അങ്ങനെ വാസ്തുപുരുഷനെ പ്രീതിപ്പെടുത്തുന്നത് ഐശ്വര്യദായകമാണെന്നാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ട അസുരൻ ചതുരാകാരമായിട്ടാണ് ഭൂമിയിൽ വീണത്. തല വടക്ക് കിഴക്ക് ഈശാന കോണിലും, പാദങ്ങൾ തെക്ക് പടിഞ്ഞാറ് നിരുതിക്കോണിലും, നിരുതിക്കോണെന്ന് പറയുമ്പോൾ കന്നിമൂല, കൈകാൽ മുട്ടുകൾ വടക്ക് പടിഞ്ഞാറ് വായുകോണിലും തെക്ക് കിഴക്ക് അഗ്നിക്കോണിലുമായും, കൈത്തലങ്ങൾ മാറിടത്തിലും വെച്ച് കമിഴ്ന്നു വീണ അസുരനെയും മലർത്തി കിടത്തിയാണ് ദേവന്മാർ ബന്ധിച്ചത് എന്നാണ്. ഇങ്ങനെ പല രീതിയിലും കഥകൾ പറയുന്നുണ്ട്. 53 ദേവതകളാണ് വാസ്തുപുരുഷനെ ഭൂമിയിൽ ബന്ധിച്ചത്. ഈ ദേവതകളെ പൂജിച്ചാൽ വാസ്തുപുരുഷൻ പ്രസാദിക്കുമെന്നും പറയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും വാസ്തുശാസ്ത്ര സിദ്ധാന്തങ്ങളെ അന്ധവിശ്വാസമായി കാണാതെ തത്വാധിഷ്ഠിതമായി വിശകലനം ചെയ്താൽ അതിൻ്റെ യുക്തിയും പ്രായോഗികതയും നമുക്ക് വ്യക്തമാകും. ഒരു ഗൃഹത്തിൻ്റെ ശിലാന്യാസം, അതായത് കല്ലടിയിൽ മുതൽ ഗേറ്റ്, കിണർ, അങ്ങനെ തുടങ്ങി പല മറ്റു ഉപനിർമ്മിതികൾ എന്നിവയുടെ എല്ലാം സ്ഥാനനിർണയം നടത്തുന്നത് വാസ്തുപുരുഷനെയും
വാസ്തുപുരുഷ സങ്കല്പത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ദേവതാ സ്ഥിതികളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യാനും അത് പാലിക്കപ്പെടാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനും ഉതകുന്ന രീതിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാസ്തുശാസ്ത്രത്തിൽ കുറെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടിക്കലർന്നിട്ടുണ്ട്. അതിനെയെല്ലാം യുക്തിപരമായി ചിന്തിച്ചാൽ അതിൻ്റെയൊക്കെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വാസ്തുശാസ്ത്രത്തിൽ വാസ്തുപുരുഷ സങ്കല്പം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.